ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 8085 അതിൻ്റെ ഫീച്ചേഴ്സ്, അതേപോലെ കമ്പാരിസൺ ഓഫ് 8085 ആൻഡ് 8086, അതേപോലെ ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ഇൻ 8086, രണ്ട് 8086 പ്രോഗ്രാം. ആദ്യം നമുക്ക് 8085ൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം 8085 എന്ന് പറയുന്നത് ഒരു 8-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇത് എൻമോസ് ടെക്നോളജി അല്ലെങ്കിൽ എൻ ടൈപ്പ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടെക്നോളജി വെച്ചിട്ട് 6200 ട്രാൻസിസ്റ്റേഴ്സ് വെച്ച് മാനുഫാക്ചർ ചെയ്ത ഒരു IC ചിപ്പാണ്. അപ്പോൾ ഇതിന് 8 ബിറ്റ് മൈക്രോ പ്രോസർ ആയതുകൊണ്ട് നമുക്ക് പറയാം അതിന് 8 ബിറ്റ് ഡാറ്റാ ബസ് ഉണ്ട്, അല്ലെങ്കിൽ 8 ബിറ്റ് ഉള്ള ALU ആണ് ഇതിനുള്ളതെന്ന് പറയാം. അതേപോലെ ഇതിൻ്റെ അഡ്രസ് ബസ്സിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. 16 ബിറ്റ് എന്ന് പറഞ്ഞാൽ A0 മുതൽ A15 വരെയുള്ള 16 പിന്നുകളുണ്ട്. 16 ബിറ്റ് അഡ്രസ് ലൈൻസ് ഉണ്ട്. അപ്പോൾ 16 ബിറ്റ് അഡ്രസ് ലൈൻസിൻ്റെ എണ്ണത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെമ്മറി മാക്സിമം എത്ര മെമ്മറി ലൊക്കേഷൻ ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ 216 അല്ലെങ്കിൽ 65 ബൈറ്റ്സ് മെമ്മറി ലൊക്കേഷൻസ്, അല്ലെങ്കിൽ 64 KB മെമ്മറിയാണ് ഇതിനുള്ളതെന്ന് പറയാം. ഇനി ഈ അഡ്രസ്സും ഡേറ്റയും തമ്മിൽ ടൈം മൾട്ടിപ്ലെക്സ്ഡ് ആണ്. ടൈം മൾട്ടിപ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആദ്യത്തെ ക്ലോക്ക് സൈക്കിളിൽ അഡ്രസ്സാണ് തരുന്നതെങ്കിൽ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ ഡേറ്റ, ആ രീതിയിലാണ് നമ്മൾ അഡ്രസ്സും ഡാറ്റാബസ് ലൈൻസും കൂടി മൾട്ടിപ്ലെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻട്രപ്റ്റ് ആണെങ്കിൽ ഇതിന് ടോട്ടൽ 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. അതേപോലെ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇനി 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടറും രണ്ടാമത്തത് സ്റ്റാക്ക് പോയിന്ററും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ അല്ലാത്ത രജിസ്റ്റേഴ്സ്, ഈ 16 ബിറ്റ് രജിസ്റ്റേഴ്സ് അല്ലാതെ കോമൺ ആയിട്ടുള്ള ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സ് പറയുന്നത് 8 ബിറ്റ് ഉള്ള രജിസ്റ്റേഴ്സ് ആണ്. അത് തന്നെ ഇത് പേയേഴ്സ് ആയിട്ടുള്ളത് നമുക്ക് പറയാം ബി രജിസ്റ്റർ, സി രജിസ്റ്റർ, DEHL അങ്ങനെയുള്ള രജിസ്റ്റേഴ്സ് കൂടാതെ അക്യൂമുലേറ്ററും ഫ്ലാഗ് രജിസ്റ്ററും, അങ്ങനെ ടോട്ടൽ ഏകദേശം എത്രയാണ്, ഒരു 8ഓളം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഇതിന് അവൈലബിൾ ആണ്. ഇനി ഇൻസ്ട്രക്ഷൻ സെറ്റ് നോക്കുവാണെങ്കിൽ ടോട്ടൽ 74 ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, ഇനി ഓൺ ചിപ്പ് ക്ലോക്ക് ജനറേറ്റർ ഇതിന് അവൈലബിൾ ആണ്. ഓൺ ചിപ്പ് എന്ന് പറയുന്നത് ചിപ്പിൽ തന്നെ 3.2 MHz ഒറ്റ ഒരു ക്ലോക്ക് ഫ്രീക്വൻസി മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അതേപോലെ 5 വോൾട്ട് പവർ സപ്ലൈ ഇതിന് വേണം വർക്ക് ചെയ്യണമെങ്കിൽ. ഇതിനകത്ത് സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് അവൈലബിൾ ആണ്. 40 പിന്നുള്ള IC ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഇതിനെ ബാക്കിയുള്ള ഇതുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് 8085ൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അത് തന്നെയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8-ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്. ഇൻ്റലാണ് ഡിസൈൻ ചെയ്തത് 1977 എൻമോസ് ടെക്നോളജി വെച്ചിട്ടാണ്. 8 ബിറ്റാണ് ഡാറ്റാ ബസ്, 16 ബിറ്റ് അഡ്രസ് ലൈൻസ്. സോ 216 അല്ലെങ്കിൽ 64 KB വരെ ഇതിന് ആക്സസ് ചെയ്യാം. പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിന്റും ഉള്ള 16 ബിറ്റ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് ABCDEHL ആൻഡ് ഫ്ലാഗ് രജിസ്റ്റർ. 5 വോൾട്ട് സപ്ലൈയിൽ 3.2 MHz അപ്ലൈ ചെയ്യുന്നത്. 5 ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ട്രാപ്പ്, ഇൻറ്റ് 6, റീസെറ്റ്, RST 7.5, 6.5 ആൻഡ് 5.5. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ 8085ഉം 8086ഉം തമ്മിലുള്ള എന്താണ് ഒരു കമ്പാരിസൺസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ 8085 എന്ന് പറയുന്നത് ഒരു പറഞ്ഞില്ലേ, 8085 എന്ന് പറയുന്നത് ഒരു അക്യൂമുലേറ്റർ ബേസ്ഡ് മൈക്രോ പ്രോസസ്സറാണ്. 8 ബിറ്റ് ഡേറ്റയാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ 8086 16 ബിറ്റാണ്. ഇനി 8085 നമുക്കറിയാം ഡാറ്റാ ബസിൻ്റെ വിഡ്ത്ത് 8 ബിറ്റാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും ALU 8 ബിറ്റാണെന്ന് പറയുവാണെങ്കിൽ 8086 നമ്മൾ പറയും 16 ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ്, 16 ബിറ്റ് ALU ആണ്, 16 ബിറ്റ് ഡാറ്റാ ബസ് വിഡ്ത്താണ്. ഇനി അഡ്രസ് ബസ്സിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 8085 16 ബിറ്റാണ് എങ്കിൽ 8086 20 ബിറ്റാണ്. ഇനി മാക്സിമം മെമ്മറി കപ്പാസിറ്റി അഡ്രസ് ബസ്സിൻ്റെ സൈസ് വെച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം 85 216 ആണ് എങ്കിൽ 86 220 ആണ്. ഇനി ALU 8 ബിറ്റാണ് 8085 എങ്കിൽ 8086 16 ബിറ്റ് ALU ആണ്. ഇനി 8085 ക്ലോക്ക് ഫ്രീക്വൻസി ഓൺ ചിപ്പ് ഓസിലേറ്റർ 3 MHz ആണ് എങ്കിൽ 8086 3 ക്ലോക്ക് ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യും. 5, 8, 10 ഇത്രയും ക്ലോക്ക് ഫ്രീക്വൻസീസിൽ വർക്ക് ചെയ്യും. 8085 ഇറ്റ്സ് മേഡപ്പ് ഓഫ് 6500 ട്രാൻസിസ്റ്റേഴ്സ് ആണ് എങ്കിൽ 8086 ഈസ് മേഡപ്പ് ഓഫ് 29,000 ട്രാൻസിസ്റ്റേഴ്സ്. 8085 നമുക്ക് എന്താണ് അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ വേണ്ട എല്ലാം ഉണ്ടെങ്കിൽ 8086 ഇതെല്ലാം ഉണ്ട്. കൂടാതെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ 8085 മള്ളും ഡിവിഷന് വേണ്ടിയിട്ടുള്ളത് അവൈലബിൾ ആണോ? അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക്